നമസ്കാരം. നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കാണുകയും ആ ആക്സിഡൻറ്റിൽപ്പെട്ട വ്യക്തിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അയാളുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡിൻ്റെ കോപ്പി നോക്കി അയാൾ ഏത് ജാതിപ്പെട്ട വ്യക്തിയാണ് അല്ലെ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണ് നോക്കിയാണോ നമ്മൾ പലപ്പോഴും രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഒരിക്കലുമല്ല. സാധാരണപ്പെട്ട വ്യക്തികളൊന്നും ചിന്തിക്കുന്നതല്ല. അത് നമ്മൾ അയാളെ പെട്ടെന്ന് എങ്ങനെയും ജീവൻ രക്ഷിക്കണമെന്ന് കരുതി ആശുപത്രിയിലേക്ക് ചിലപ്പോൾ സ്വന്തം വണ്ടിയിൽ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് വിദൂര ഭാവിയിലേക്ക് ഈ രീതിയിലേക്ക് പോകും. ആളുകൾ മറ്റൊരാളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതും അല്ലെ ആളുകൾ മറ്റൊരാളോട് കാണുന്നതും അവരുടെ ജാതിപരമായ രീതിയിൽ അല്ലെങ്കിൽ മതപരമായ രീതിയിൽ ചിന്തിക്കാൻ മനുഷ്യൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിദൂര ഭാവിയിലേക്ക് പോകുമ്പോൾ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ അവധിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് അല്ല ക്രിസ്മസിന് പ്രത്യേകിച്ച് അവധി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നമ്മൾക്കുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്, ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ സ്കൂളിലൊക്കെ പൊതുവേ മുസ്ലിംസ് കുറവായിരുന്നു. ക്രിസ്ത്യൻ ഹിന്ദു ആൾക്കാരുമാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹിന്ദു കുട്ടികളൊന്ന് ചോദിക്കും എവിടെ ഞങ്ങൾക്കുള്ള ചിലവ് എന്ത് ചെയ്യും, ക്രിസ്മസിൻ്റെ ചിലവ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അല്ലെങ്കിൽ അവർക്ക് കേക്കോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് ചെല്ലും. ഇല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരും. ഓണത്തിനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. ശബരിമല സീസൺ നടക്കുന്ന സമയത്ത് ഇവരോട് പറഞ്ഞ് നമ്മൾക്കായിട്ട് ഒരു അരവണ പായസം കൊണ്ടുവരും. അങ്ങനെ ആ ഒരു ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം ജോലി സ്ഥലത്തൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ കൂടെ മുസ്ലിം സുഹൃത്തുക്കളെ കിട്ടി. നമ്മൾ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, അവർ നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഒരിക്കൽ പോലും തമ്മിൽ മനുഷ്യം എന്നല്ലാണ്ട് അല്ലെ മനുഷ്യത്വം എന്നല്ലാതെ ആ സ്നേഹം അല്ലെന്നല്ലാണ്ട് മതപരമായ രീതിയിലാണ് നീ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ നീ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് എനിക്കിത് പറ്റില്ല അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. പക്ഷേങ്കിൽ ഒരു കൂട്ടം ആളുകൾ അത് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളും അതിനകത്തോട്ട് ഇങ്ങനെ കുറേ ഗ്രാജുവലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഠിത്തമുള്ള വ്യക്തികളും പഠിത്തം ഇല്ലാത്തവരെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. എൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ മതഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന വ്യക്തികൾ ഏത് മതമായാലും വെറും പൊട്ടന്മാരൊന്നുമല്ല. അവർ വളരെ ആഴത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചേക്കുന്നത്. അല്ലാതെ മനുഷ്യനെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ നിങ്ങളവരെ ബുദ്ധിമുട്ടിക്കണമെന്നോ ആ സാഹചര്യ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പല സ്ഥലത്തുമൊക്കെ യുദ്ധത്തിനെ പറ്റി മറ്റു കാര്യങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കാനാണ്. ഞാനിത് പറഞ്ഞു വരുന്നതിനാൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ പല ന്യൂസുകൾ കാണുമ്പോഴും പറഞ്ഞു പഠിപ്പിക്കണം, മക്കളെ ഇത് കുറേ വിവരമില്ലാത്തവർ കാണിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളിതിൻ്റെ പുറകെ പോകരുത്. പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും വലിയ വിഷയം ഉണ്ടാകത്തില്ല. വിദൂര ഭാവിയിൽ ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്കൊരു വയ്യാഴിക വന്ന് റോഡിൽ കിടന്നാൽ പോലും നമ്മളുടെ ജാതിയും മതവും നോക്കി ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാൾ മുന്നോട്ട് വരത്തുള്ളൂ. ആ ഒരു തലമുറയെ നമ്മൾ ഉണ്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. വരും ഭാവിയിലെങ്കിലും ഇന്നത്തെ ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ മാറിപ്പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. നന്ദി.